1945 ഫെബ്രുവരി 21 ഒഹായോ, അമേരിക്ക. ഡോക്ടർ സാമുവൽ ഷെപ്പേർഡും മെർലിനും വിവാഹിതരായി ബേ വില്ലേജ് എന്ന പട്ടണത്തിൽ സെറ്റിൽഡായി. 2 വർഷത്തിന് ശേഷം അവർക്കൊരു ആൺകുട്ടിയും ജനിച്ചു. സാം എന്ന് വിളിപ്പേരുള്ള ഡോക്ടർ സാമുവൽ ഷെപ്പേർഡ് ഒരു സ്പെഷ്യലൈസ്ഡ് ന്യൂറോ സർജനാണ്. വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന അവരുടെ കുടുംബത്തെ അയൽവാസികൾ ഒരു മാതൃകയായി കണ്ടിരുന്നു. അതൊരു ചെറിയ പട്ടണമായതുകൊണ്ട് തന്നെ അയൽക്കാരെല്ലാം അവരുടെ സുഹൃത്തുക്കളായിരുന്നു. 1954 ജൂലൈ 3 തീയതി രാത്രിയിൽ ഡോക്ടർ സാം അയൽവാസികളെയെല്ലാം തന്റെ വീട്ടിലേക്ക് ഒരു ഡിന്നർ പാർട്ടിക്ക് ക്ഷണിച്ചു. ക്ഷീണം കാരണം അർദ്ധരാത്രിയോടെ ഹാളിലെ കൗച്ചിൽ കിടന്ന് സാം ഉറങ്ങിപ്പോയി. പാർട്ടി കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞപ്പോൾ മെർലിൻ ഉറങ്ങാൻ കിടന്നു. അതിനുശേഷമാണ് അമേരിക്കൻ ക്രൈം ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾക്കും നിയമപരമായ പുനഃപരിശോധനകൾക്കും കാരണമായ കൊടൂരമായൊരു കൊലപാതകം അവിടെ അരങ്ങേറിയത്. വെൽക്കം ടു ദ ഹോണ്ടഡ് വെബ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഹൈപ്പ് എന്ന പേരിൽ ഒരു പുതിയ ഫീച്ചർ യൂട്യൂബ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് അതിനുശേഷം ഹൈപ്പും കൂടി ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യും. സോ നിങ്ങൾ ഹൈപ്പ് ചെയ്താൽ അതെനിക്കൊരു വലിയ സപ്പോർട്ടായിരിക്കും. താങ്ക് യു. ജൂലൈ 4 തീയതി വെളുപ്പിനെ 5:40 സ്ഥലത്തെ മേയറും തൻ്റെ സുഹൃത്തുമായ സ്പെൻസറിനെ സാം കോൾ ചെയ്തു. സാം കോളിൽ പറഞ്ഞത് ഇതാണ്: മൈ ഗോഡ് സ്പെൻസ്, ഒന്ന് വേഗം വരൂ, മെർലിനെ അവർ കൊന്നു. അങ്ങനെ സംഭവസ്ഥലത്തെത്തിയ സ്പെൻസറും അദ്ദേഹത്തിന്റെ ഭാര്യയും കണ്ടത് ഷർട്ടില്ലാതെ കഴുത്തിൽ കൈയും വെച്ച് ഷോക്ക്ഡായി നിൽക്കുന്ന സാമിനെയാണ്. അവർ പോലീസിനെ വിവരമറിയിച്ചപ്പോൾ 6 മണിയോടുകൂടി പോലീസും സംഭവസ്ഥലത്തെത്തി. പോലീസ് റിപ്പോർട്ട് പ്രകാരം മെർലിന്റെ ബോഡി മലന്ന് മുഖം ഡോറിലേക്ക് നോക്കിയാണ് കിടന്നിരുന്നത്. മുഖം തിരിച്ചറിയാനാകാത്ത വിധം അടിച്ച് ചതച്ചിരുന്നു. മുഖത്തും തലയോടിലുമായി 20-ലധികം ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ബെഡ്ഷീറ്റ് മുഴുവൻ രക്തവും അടുത്തുള്ള ചുമരിൽ ഒരുപാട് രക്തത്തുള്ളികളും തെറിച്ചു വീണിരുന്നു. അവളുടെ കീഴ്വസ്ത്രവും ഭാഗികമായി ഊരി മാറ്റിയിരുന്നു. ഓട്ടോപ്സി റിപ്പോർട്ട് പ്രകാരം മെർലിൻ മരണപ്പെട്ടത് വെളുപ്പിനെ 4:30 അവൾ 4 മാസം പ്രഗ്നന്റ് ആയിരുന്നുവെന്നും അതൊരു ആൺകുട്ടിയായിരുന്നുവെന്നും വ്യക്തമായി. സാമിന്റെ മൊഴിപ്രകാരം ഹാളിലെ കൗച്ചിൽ കിടന്നുറങ്ങുകയായിരുന്ന താൻ മെർലിന്റെ അലർച്ച കേട്ടാണ് ഞെട്ടി ഉണർന്നതെന്നും ഓടി മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലെത്തിയപ്പോൾ ഒരു വെളുത്ത രൂപം മെർലിനെ ആക്രമിക്കുകയായിരുന്നെന്നും അത് ഞാൻ തടയാൻ ശ്രമിച്ചപ്പോൾ എന്റെ കഴുത്തിനു പിന്നിൽ അടികിട്ടി എന്റെ ബോധം പോയെന്നും ബോധം വന്നപ്പോഴേക്കും മെർലിൻ മരണപ്പെട്ടെന്നും ഉടൻ തന്നെ തന്റെ മകൻ എന്തു പറ്റിയെന്നറിയാൻ അവന്റെ റൂമിൽ ചെന്നപ്പോൾ അവൻ സുരക്ഷിതമായി ഉറങ്ങുകയായിരുന്നുവെന്നും അതിനുശേഷം ഞാൻ താഴെ ചെന്നപ്പോൾ ബാക്ക് ഡോറിലൂടെ ആ നീണ്ട വെളുത്ത രൂപം പുറത്തേക്ക് ഓടിയെന്നും അതിനു പിന്നാലെ ഞാനും ഓടിയെന്നും സാം മൊഴി നൽകി. ഓടി ആറ്റിൻകരയിലെത്തിയപ്പോൾ അവിടെ വെച്ചുണ്ടായ സംഘർഷത്തിൽ ആ രൂപം വീണ്ടും അടിച്ചു തന്റെ ബോധം കെടുത്തിയെന്നും പിന്നെ നേരം വെളുത്തപ്പോഴാണ് തനിക്ക് ബോധം വീണതെന്നും അപ്പോൾ തന്റെ ദേഹത്തുണ്ടായിരുന്ന ഷർട്ടും വാച്ചും മിസ്സിംഗ് ആയിരുന്നെന്നുമാണ് സാം മൊഴി നൽകിയത്. എന്നാൽ ക്രൈം സീൻ നിരീക്ഷിച്ച പോലീസ് ആദ്യം സംശയിച്ചത് ഒരേയൊരു ദൃക്സാക്ഷിയായ സാമിനെ തന്നെയാണ്. വീട്ടിലേക്ക് ആരും അതിക്രമിച്ചു കടന്നതിന്റെ ലക്ഷണങ്ങളില്ല. കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധവും ക്രൈം സീനിലില്ല. വീട്ടിൽ നിന്നും ഒന്നും മോഷണം പോകാത്തതിനാൽ ഇത് മോഷണത്തിന് വേണ്ടി നടത്തിയ കൊലപാതകവുമല്ല. മെർലിന്റെ തലയിലെ രക്തക്കറ നിരീക്ഷിച്ച ഡോക്ടർ ഗർബർ അഭിപ്രായപ്പെട്ടത് കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം ഒരു സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് എന്നാണ്. ന്യൂറോ സർജൻസ് ഉപയോഗിക്കാറുള്ള സർജിക്കൽ ഇൻസ്ട്രുമെന്റ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമിന്റെ വീടിന് പുറത്തെ ചെടികൾക്കിടയിൽ നിന്നും സാമിന്റെ വാച്ചും മോതിരവും വീടിന്റെ താക്കോലും അടങ്ങിയ ഒരു ബാഗും ഗർബർ കണ്ടെത്തി. അതിലെല്ലാം തന്നെ രക്തക്കറയുണ്ടായിരുന്നു. കൂടുതൽ അന്വേഷണത്തിൽ ഡോക്ടർ സാമിന് അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സൂസൻ എന്ന സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. സോ കൊലപാതകത്തിനുള്ള മോട്ടീവ് അതായിരിക്കാമെന്നും പോലീസ് വിലയിരുത്തി. ഇതിനിടയിൽ ഡോക്ടർ സാം സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തി എന്ന മുൻവിധിയോടെ പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും വാർത്തകൾ പുറത്തുവന്നു. കൊലയാളിക്ക് ശിക്ഷ നൽകാൻ എന്താണ് ഇത്ര വൈകുന്നതെന്നും മാധ്യമങ്ങൾ ചോദിച്ചു. സാമാണ് കൊലയാളിയെന്ന് ഡോക്ടർ ഗർബർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. മാത്രമല്ല ഭാര്യയെ കൊന്നതിന്റെ കുറ്റബോധം സാമിന്റെ മുഖത്ത് ഞാൻ കണ്ടെന്നും ഗർബർ അഭിപ്രായപ്പെട്ടു. സോ സാഹചര്യ തെളിവുകളും ഗർബർ നൽകിയ റിപ്പോർട്ടും മീഡിയ പ്രഷറും കാരണം 1954 ഡിസംബർ 16 തീയതി മെർലിനെ കൊന്ന കുറ്റത്തിന് കോടതി സാമിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു.
എന്നാൽ എന്റെ ഭാര്യയെ ഞാനല്ല കൊലപ്പെടുത്തിയതെന്ന് സാം ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ സാമിന്റെ സഹോദരന്മാർ ഒരു പ്രൈവറ്റ് ഫോറൻസിക് സയന്റിസ്റ്റിനെ അറേഞ്ച് ചെയ്തു. അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളുടെ സഹായത്തോടെ 1966 കേസിൽ പുനർവിചാരണ നടത്തി. ഫോറൻസിക് സയന്റിസ്റ്റിന്റെ കണ്ടെത്തലുകൾ ഇനി പറയുന്നവയാണ്. കൊലപാതകത്തിനിടെ രക്തം ചീറിയതുകൊണ്ട് കൊലയാളിയുടെ വസ്ത്രങ്ങളിലും ശരീരത്തിലുമെല്ലാം തന്നെ മെർലിന്റെ രക്തം ഒരുപാട് പതിച്ചിരിക്കണം. പക്ഷേ സാമിന്റെ പാൻസിൽ ഒരിടത്തു മാത്രമേ രക്തക്കറയുള്ളൂ. ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം കൊലയാളി ഒരു ഇടതുകയ്യനാണ്, പക്ഷേ സാം വലതുകയ്യനും. മാത്രമല്ല മെർലിന്റെ പല്ലുകൾ ആ ബെഡിൽ ചിതറിക്കിടന്നിരുന്നു. അതിനുള്ള കാരണം മെർലിൻ ആക്രമിക്കപ്പെട്ടപ്പോൾ കൊലയാളിയുടെ കയ്യിൽ കടിച്ചിട്ടുണ്ടെന്നും തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് പല്ല് കൊഴിഞ്ഞു പോയതെന്നും ഫോറൻസിക് സയന്റിസ്റ്റ് കൂട്ടിച്ചേർത്തു. അങ്ങനെയാണെങ്കിൽ കൊലയാളിയുടെ കയ്യിൽ മെർലിൻ കടിച്ചതിന്റെ പാടുകൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ സാമിന്റെ ശരീരത്തിൽ കടികിട്ടിയ പാടുകളില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടെത്തൽ അവരുടെ വീടിന്റെ വാതിലിന്റെ പിടിയിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറയാണ്. ആ രക്തം സാമിന്റേതുമല്ല, കൊല്ലപ്പെട്ട മെർലിന്റേതുമല്ല, മറ്റാരുടെയോ ആണ്. അതിനർത്ഥം പുറത്തുനിന്ന് വന്ന മറ്റാരോ ആണ് കൊലയാളി. സാമിന്റെ അയൽക്കാരും അദ്ദേഹം പറഞ്ഞ പോലെ സംഭവ ദിവസം വെളുപ്പിനെ 3:30നും 4:00നും ഇടയിൽ സാമിന്റെ വീടിനടുത്ത് ഒരു വെളുത്തു നീണ്ട രൂപത്തെ കണ്ടതായി മൊഴി നൽകിയിട്ടുണ്ട്. 30നും 40നും ഇടയിൽ പ്രായമുള്ള പഴച്ചു വളർന്ന മുടിയുള്ള ഒരാൾ. മാത്രമല്ല വൈദ്യപരിശോധനയിലൂടെ സാമിന്റെ കഴുത്തലിന് പൊട്ടലേറ്റിട്ടുണ്ടെന്നും കഴുത്തിലെ നീർവീക്കം അയാൾക്ക് സ്വയം ഉണ്ടാക്കാൻ കഴിയില്ലെന്നും വ്യക്തമായി. സോ ആ വെളുത്ത രൂപം തന്റെ കഴുത്തിൽ അടിച്ചു എന്ന സാമിന്റെ മൊഴിയുമായി ഇത് ഒത്തുപോകുന്നുണ്ട്. സാമിന്റെ മകൻ വിശ്വസിക്കുന്നത് കൊലയാളി റിച്ചാർഡാണ് എന്നാണ്. സാമിന്റെ വീട്ടിലെ പണ്ടത്തെ സഹായിയായിരുന്നു റിച്ചാർഡ്. അതുകൊണ്ട് തന്നെ അവരുടെ വീടിന്റെ ലേഔട്ട് റിച്ചാർഡിന് നന്നായി അറിയാം. മാത്രമല്ല മെർലിന്റെ 2 മോതിരവും ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ റിച്ചാർഡിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അയാൾ നിരപരാധിയാണെന്ന് പറയുകയും പോളിഗ്രാഫ് ടെസ്റ്റ് പാസ്സാവുകയും ചെയ്തു. അങ്ങനെ റിച്ചാർഡിനെ സംശയത്തിന്റെ മേളിൽ നിന്നും പോലീസ് ഒഴിവാക്കി. എന്നാൽ 1989 മറ്റൊരു സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിൽ റിച്ചാർഡ് ജയിലിലായി. ഒടുവിൽ മരണക്കിടക്കയിൽ വെച്ച് ഞാനാണ് മെർലിനെ കൊന്നതെന്ന് റിച്ചാർഡ് ഒരു മരണമൊഴിയും നൽകി. അവളെ കൊല്ലുന്നതിനിടയിൽ അവൾ ഭയങ്കരമായിട്ട് എന്നെ കടിച്ചെന്നും പറഞ്ഞിരുന്നു റിച്ചാർഡ്. എന്നാൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യമെന്തെന്നാൽ സാമിന്റെ കേസ് വാദിച്ച പ്രശസ്തനായ ക്രിമിനൽ ലോയർ എഫ്. ലീ ബെയ്ലി പറയുന്നത് കൊലയാളി ഒരു സ്ത്രീയാണെന്നും അത് മറ്റാരുമല്ല മേയറിന്റെ വൈഫാണെന്നുമാണ്. മെർലിനും മേയറിനുമിടയിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നെന്നും ഇതറിഞ്ഞാണ് മേയറിന്റെ വൈഫ് മെർലിനെ കൊലപ്പെടുത്തിയതെന്നും പറയപ്പെടുന്നു. ആ സംശയം ഉറപ്പിക്കുന്ന രീതിയിൽ കൊല നടന്ന ദിവസം രാവിലെ മേയറിന്റെ വീട്ടിലെ ഫയർ പ്ലേസ് കത്തിച്ചിട്ടുണ്ടെന്ന് പുനർവിചാരണയ്ക്കിടയിൽ എഫ്. ലീ ബെയ്ലി തെളിയിച്ചു. തണുപ്പ് സമയത്ത് വീടിനുള്ളിലെ താപനില നിലനിർത്താനാണ് ഫയർ പ്ലേസുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ആ വേനൽക്കാലത്ത് രാവിലെ അവർ ഫയർ പ്ലേസ് കത്തിച്ചത് രക്തം പുരണ്ട വസ്ത്രങ്ങൾ അതിലിട്ട് കത്തിച്ചതാവാമെന്നാണ് ബെയ്ലി പറയുന്നത്. മാത്രമല്ല മേയറിന്റെ ഭാര്യയും ഇടതുകൈ വഴക്കമുള്ള വ്യക്തിയാണ്. എന്നിരുന്നാലും അവർക്കെതിരെ ശക്തമായ തെളിവുകളില്ലാത്തതിനാൽ കൂടുതൽ നടപടികൾ ഉണ്ടായില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിയറി. ഈ തിയറി പ്രകാരം മേജർ ജെയിംസ് കോൾ ആണ് മെർലിന്റെ കൊലപാതകി. അമേരിക്കൻ എയർഫോഴ്സിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു സീരിയൽ കില്ലറാണ് ജെയിംസ് കോൾ. അയാളുടെ കൊലപാതക രീതിക്ക് മെർലിന്റെ കൊലപാതകവുമായി സാമ്യമുണ്ട്. രാത്രിയിൽ വീടുകളിലേക്ക് അതിക്രമിച്ചു കയറി ഉറങ്ങിക്കിടക്കുന്നവരെ കൊടൂരമായി അടിച്ചു കൊല്ലുന്നതായിരുന്നു അയാളുടെ രീതി. മാത്രമല്ല മേജർ ജെയിംസിന്റെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ കടി കിട്ടിയതിന്റെ പാടുമുണ്ട്. പക്ഷേ കൂടുതൽ തെളിവുകളുടെ അഭാവത്തിൽ അയാളെയും കേസിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ പുനർവിചാരണയ്ക്കൊടുവിൽ 10 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം 1966 നവംബർ 16 ഡോക്ടർ സാം ഷെപ്പേർഡിനെ കോടതി കുറ്റവിമുക്തനാക്കി. പക്ഷേ അമിത മദ്യപാനത്തെ തുടർന്ന് കരൾ രോഗം ബാധിച്ച് 46-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. ഡോക്ടർ സാം ഷെപ്പേർഡിനെ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് നൽകി കോടതി വെറുതെ വിട്ടെങ്കിലും അയാളുടെ നിരപരാധിത്വം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. സോ 1954 ജൂലൈ 4 രാത്രിയിൽ മെർലിനെ കൊലപ്പെടുത്തിയതാരാണെന്ന് ഇന്നും ആർക്കും അറിയില്ല. ഒരുപക്ഷെ ഇനി ഒരിക്കലും ആരും അറിയുകയുമില്ല. സോ ഇതേപോലെയുള്ള ട്രൂ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ വീഡിയോസ് തുടർന്നും കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.